നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലെത്തിയിട്ടും ചലനമുണ്ടാക്കാനാകാതെ മുൻ എം.എൽ.എ. പി.വി. അൻവർ. പ്രചാരണത്തിന് അണികളില്ലാത്ത അവസ്ഥയാണ് അൻവറിന് തിരിച്ചടിയാകുന്നത്. ഇടതു വലതു മുന്നണികളെ വെല്ലുവിളിച്ച് മത്സരരംഗത്തിറങ്ങിയ അൻവറിന് ജനങ്ങൾക്കിടയിൽ മതിപ്പില്ലാത്തതും പ്രതികൂലമാകുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മന ഒപ്പം ചേർന്നു. ശിവദാസ്, ഞാനിനി മത്സരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞാണ് അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചത്. പിന്നീട് ഓരോ ഘട്ടത്തിലും അത് മാറി മറിഞ്ഞു, മലക്കം പറഞ്ഞു വന്നു. ഒടുവിൽ ഞാൻ മത്സരിക്കാനില്ലെന്ന് വീണ്ടും പറഞ്ഞതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം മത്സരിക്കും എന്ന തീരുമാനം വരുന്നു. ഈ മലക്കം മറിച്ചിലുകൾ അൻവറിന് അണികൾക്കിടയിൽ, വോട്ടർമാർക്കിടയിലൊക്കെ വലിയ അകൽച്ചയാണോ ഉണ്ടാക്കിയത്? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം പലപ്പോഴും വാക്കുകൾ മാറ്റി പറയുന്നു. ഒരു ദിവസം പറയുന്ന നിലപാട് ആകില്ല പിറ്റേ ദിവസം പറയുന്നത്. അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന അൻവറിൻ്റെ ഈ ശീലം തന്നെയാണ് അൻവറിന് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടിയാകുന്നത്. ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആയിട്ടുണ്ട്. അപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മുന്നേറാൻ പി.വി. അൻവറിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായാണ് മത്സരിക്കുന്നത്. പക്ഷേ നിലവിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. പക്ഷേ അവരുടെ ആശീർവാദത്തോടു കൂടി അതിൻ്റെ ഒരു സംസ്ഥാന കോർഡിനേറ്റർ എന്ന നിലയിലാണ് അദ്ദേഹം മത്സരിക്കുന്നതെങ്കിലും സ്വതന്ത്രനായിട്ടാണ് പി.വി. അൻവർ മത്സരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്രചാരണത്തിൽ മതിയായ ഒരു അണികളുടെ സ്വാധീനം ഇല്ലാത്തതോ അല്ലെങ്കിൽ അണികൾ അദ്ദേഹത്തോടൊപ്പം ഇല്ലാത്തത് വലിയൊരു തിരിച്ചടിയാകുന്നുണ്ട്. ഇനി വെറും 9 ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ഉള്ളത്. ഈ മാസം 19-നാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ്. കാരണം നമുക്കറിയാം, LDF-നെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് LDF-ന്റെ ഭാഗമായിരുന്ന അൻവർ ആ മുന്നണിയിൽ നിന്നും പുറത്തു വന്നത്. നിലവിൽ ഇവിടെ നിലമ്പൂരിലെ MLA കൂടിയായിരുന്നു. പിന്നീട് LDF-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടക്കം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ആ LDF-ൽ മുന്നണിയിൽ നിന്നും പുറത്തു വന്നു. അതിനുശേഷം UDF-ലേക്ക് പോകാനുള്ള കരുക്കളുമായിട്ടാണ് അൻവർ മുന്നോട്ട് പോയത്. നിരവധി നേതാക്കളെ അദ്ദേഹം കണ്ടു. UDF-ൻ്റെയും മറ്റു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കമുള്ള നേതാക്കളെ കണ്ടെങ്കിലും അതും സാധ്യമായില്ല. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഉണ്ടായത്. മുന്നണി UDF-നെയും വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മത്സര രംഗത്തേക്ക് വന്നത്. ആദ്യം ഞാൻ മത്സരിക്കുന്നില്ല, തൻ്റെ കയ്യിൽ അതിനുള്ള പണം ഇല്ല, ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സര രംഗത്ത് നിന്നും മാറി നിന്നു. പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് മറ്റു മുന്നണികളെല്ലാം തന്നെ NDA-യും LDF-ഉം UDF-ഉം എല്ലാം തന്നെ സജീവമായി തന്നെ പ്രചാരണ രംഗത്ത് ഉണ്ടാകുമ്പോൾ പി.വി. അൻവറിൻ്റെ പ്രചാരണം എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുമുള്ള ഫ്ലക്സ് ബോർഡുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ എവിടെയും നമുക്ക് കാര്യമായി തന്നെ കാണാൻ കഴിയുന്നില്ല. തൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് പി.വി. അൻവർ പറയുന്നത്. പിണറായിസം, സതീശനിസം, ഇതിനെതിരെ പൊട്ടിത്തെറിച്ചാണ് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതിപ്പോൾ അണികളില്ല, വോട്ട് പിടിക്കാൻ കൂടെ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് അൻവർ എത്തി നിൽക്കുന്നുവെങ്കിൽ പിണറായിസം, സതീശനിസം, UDF-ലും LDF-ലും അൻവറിനെതിരെ വലിയ രോഷം ആണല്ലോ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും അല്ലേ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത തന്നെ അതുതന്നെയാണ്. കാരണം നിലവിൽ കഴിഞ്ഞ 2 തവണയായി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായിരുന്നു പി.വി. അൻവർ. 2016 മുതൽ പി.വി. അൻവർ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. പിന്നീട് ഈ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം LDF-നെ വിമർശിച്ചുകൊണ്ട് രാജിവെച്ചത്. പിന്നീട് LDF-നെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. LDF മുന്നണിക്കെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ച് UDF-ലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ UDF-ൽ VD സതീശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് UDF പ്രവേശനം നടന്നില്ല. അതിനുശേഷം പി.വി. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. സതീശനിസം ഇല്ലാതാക്കുക, പിണറായിസം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നത്. പക്ഷേ UDF-ഉം LDF-ഉം
അടക്കം വലിയ രീതിയിൽ തന്നെ പ്രചാരണത്തിൽ മുന്നേറുമ്പോഴും അൻവറിന്റെ പൊടി പോലും ഇവിടെ കാണാനില്ല എന്നതാണ് വസ്തുത. കാരണം എവിടെയും അദ്ദേഹത്തിന് പ്രചാരണത്തിന് എത്താൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം അണികൾ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. അതിനുശേഷം ഇനി PV അൻവറിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് LDF മുന്നണിയിലേക്കും പോകാൻ കഴിയില്ല, UDF മുന്നണിയിലേക്കും പോകാൻ കഴിയില്ല. വലിയ രീതിയിലുള്ള ഒരു പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ഒരു സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃഷ്ണരാജ്, ശരി. അൻവർ വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ അണികൾ ആരും ഒപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് അൻവർ എത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേറെ പിന്നിലാണ് അൻവർ. രണ്ടാം ഘട്ടത്തിൽ പ്രചാരണം എത്തി നിൽക്കുമ്പോൾ എന്നാണ് ശിവദാസ് കന്മനം റിപ്പോർട്ട് ചെയ്യുന്നത്.